أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعدكم إن الله لا يهدي من هو مسرف كذاب. يا قوم لكم الملك اليوم ظاهرين في الأرض فمن ينصرنا من بأس الله إن جاءنا. قال فرعون ما أريكم إلا ما أرى وما أهديكم إلا سبيل الرشاد. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നാൽ തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയുണ്ടാകും. മുൻഗാമികളാകുന്ന പലരും അത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ശിക്ഷിക്കാനുള്ള കാരണം അള്ളാഹുവിനെ മറന്ന് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ജീവിച്ചു എന്നതാണ്. അതിന് ചില ഉദാഹരണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 23 മുതലുള്ള ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിലേക്കും ഹാമാനിലേക്കും ഖാറൂനിലേക്കൊക്കെ വന്നപ്പോൾ സത്യസന്ധമായ ഇസ്ലാമിൻ്റെ ആദർശം അവരെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ കള്ളവാദിയായ ജാലവിദ്യക്കാരനായി അവർ ആരോപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഒരുപാട് ഉപദ്രവിച്ചു, ഭീഷണിപ്പെടുത്തി. നിങ്ങളുടെ ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയുകയും സ്ത്രീകളെ മാത്രം ബാക്കിയാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുള്ള ഭീഷണികളുണ്ടായി. അവസാനം ഫിർഔന്, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ മൂസയെ കൊന്നുകളയാം, അങ്ങനെ കൊന്നുകളഞ്ഞിട്ടില്ലെങ്കിൽ അവൻ നിങ്ങളുടെ മതം മാറ്റിമറിക്കുകയോ അല്ലെങ്കിൽ ഭൂമിയിൽ വല്ല കുഴപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് ഫിർഔൻ പറഞ്ഞ വാചകമാണ് 26-ാമത്തെ ആയത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്. പക്ഷേ അവിടെ പതറാതെ മൂസാ നബി അലൈഹിസ്സലാം റഹ്മാനായ റബ്ബിനോട് എല്ലാവിധ അഹംഭാവികളിൽ നിന്ന്, ഫിർഔനിൻ്റെയും അവൻ്റെ കിങ്കരന്മാരുടെ ഷർറുകളിൽ നിന്ന്, അഹങ്കാരികളാകുന്ന അവരിൽ നിന്ന് റഹ്മാനായ റബ്ബിനോട് ശരണം തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലണം, അവിടെയുള്ള കുട്ടികളെ കൊല്ലണം, ഇങ്ങനെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഭീഷണിപ്പെടുത്തലുകളൊക്കെ നടക്കുമ്പോൾ വളരെ മാന്യനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിലയിരുത്തി ആ ഫിർഔനിനോടും ഹാമാനിനോടുമൊക്കെ ചില കാര്യങ്ങൾ പറയുന്നതാണ് 28-ാമത്തെ ആയത്ത് മുതൽ പറയുന്നത്. എന്താണത്? ഫറോവ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു മനുഷ്യൻ ഫറോവയുടെ ചിന്തയിൽ അവൻ്റെ ആൾക്കാരിൽപ്പെട്ടവനാണ്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ആൾക്കാരിൽപ്പെട്ടവനല്ല. കാരണം ആ മനുഷ്യൻ വിശ്വാസിയായിരുന്നു, പക്ഷേ അത് എല്ലാവരുടെ മുമ്പിലും പരസ്യമാക്കിയിരുന്നില്ല. വിശ്വാസിയായിരുന്നു. ആ മനുഷ്യൻ വന്നുകൊണ്ട് ഫിർഔനിനെ ഉപദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉപദേശിച്ചത്? എന്തൊക്കെയാ പറഞ്ഞത്? ഒരു വ്യക്തി എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുന്ന ഒരു കാരണത്താൽ നിങ്ങൾ ആ മനുഷ്യനെ കൊന്നുകളയുകയാണോ? ഒറ്റ തെറ്റേ മൂസ ചെയ്തിട്ടുള്ളൂ. എൻ്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് എല്ലാം അള്ളാഹുവാണ്.
അതിൽ മറ്റൊരാൾക്കും പങ്കില്ല എന്ന ഒരൊറ്റ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, മൂസാ നബി അലൈഹിസ്സലാം വെറും വർത്താനല്ല ഞങ്ങളോട് പറയുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, ഇതൊക്കെ അദ്ദേഹം നിങ്ങളോട് പറയുന്നത് വ്യക്തമായ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വെറും വർത്തമാനം പറയുന്നതല്ലല്ലോ മൂസ നിങ്ങളോട് അലൈഹിമുസ്സലാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇനി മൂസ പറയുന്നത് വ്യാജമാണെങ്കിൽ, കള്ളമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ, കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് മൂസാ നബി പറയുന്നതെങ്കിൽ, ആ പറയുന്നതിന്റെ കളവ് പറയുന്നതിന്റെ ദോഷം അത് അദ്ദേഹത്തിന് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടങ്ങളുമില്ല. എന്നാൽ മൂസ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ, മരണാനന്തര ജീവിതത്തിൽ ഭയാനകരമായ ശിക്ഷ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ കാത്തിരിക്കുന്നുണ്ട് എന്ന ശക്തമായ താക്കീത്, നരകത്തിന്റെ ഭയാനകത, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ ഉണ്ടാകുന്ന ഭയാനകരമായ ശിക്ഷ മുറകളെ കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന കാര്യം അത് സത്യസന്ധമാണെങ്കിൽ, അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ, നിങ്ങളോട് അദ്ദേഹം താക്കീത് ചെയ്യുന്ന ചിലത് നിങ്ങളെ ബാധിക്കും. അള്ളാഹു ഇന്നതൊക്കെ താക്കീത് ചെയ്തിട്ടുണ്ട്. ആ താക്കീത് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അതിര് കവിഞ്ഞവനും വ്യാജവാദികളുമായിട്ടുള്ള ഒരുവനെ അള്ളാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കാൻ പോകുന്നില്ല എന്ന വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവരുടെ മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഈ മനുഷ്യൻ വന്നിട്ട് അവതരിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ കാണാം. പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരങ്ങളെ തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പ്രയാസങ്ങൾ ഉണ്ടാക്കി, അവരെ നാട്ടിൽ നിന്ന് നാട്ടിയോടിക്കപ്പെടേണ്ടവരാണ്, അവരുടെ പേര് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരെ നമ്മുടെ മഹല്ലുകളിൽ മറവ് ചെയ്യാൻ പാടില്ല, അവരുടെ പ്രോഗ്രാമുകൾ നടത്താൻ പാടില്ല, എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ ചില ആളുകൾ വരുമ്പോ, ചില ആളുകൾ ഫിർഔനെ പോലെയുള്ള അവന്റെ അനുയായികളാകുന്ന ആളുകൾ വരുമ്പോ നിഷ്പക്ഷമതികളായ ചില ആളുകൾ ഉണ്ടാകും. അവർ തൗഹീദിന്റെ ആളുകളായി നാട്ടിൽ മഹല്ലുകളിൽ അറിയപ്പെട്ടവരായിരിക്കില്ല. പക്ഷേ അവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി അവർ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. സത്യസന്ധമായി അവരെ വിലയിരുത്തുന്നവരായിരിക്കും. അള്ളാഹു അല്ലാത്തവരെ അവരെ ആരാധിക്കൂല. പക്ഷേ പ്രത്യക്ഷത്തിൽ അവർ തൗഹീദിന്റെ ആളുകളോടൊപ്പം ഉണ്ടാവുകയുമില്ല. ഇങ്ങനത്തെ ധാരാളം ആളുകളെ നമ്മുടെയൊക്കെ കുടുംബത്തിലും കൂട്ടുകാരിലും ഒക്കെയുണ്ട് നല്ല ചില മനുഷ്യന്മാർ. അത്തരം ആളുകളുടെ ഇടപെടലുകൾ പ്രയാസഘട്ടങ്ങളിൽ തൗഹീദിന്റെ ആളുകൾക്ക് എക്കാലത്തും ഉണ്ടാകാറുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലുള്ള ചില വിശ്വാസികളാകുന്ന ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട്. പല പ്രവാചകന്മാരുടെ സൂറത്ത് യാസീനിലും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ മനുഷ്യൻ വന്നുകൊണ്ട് ഫിർഔനിനോട് മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സത്യസന്ധമായ ചില വിലയിരുത്തലുകളാണ് ആ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല തുടർന്ന് വീണ്ടും അദ്ദേഹം ചില കാര്യങ്ങൾ കൂടെ ഫറോവയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് 29ാമത്തെ ആയത്തിലും. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم. നിഷ്പക്ഷനായ ഒരു വ്യക്തി വന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ കൊന്നുകളയ്യാ ഞാൻ എന്ന് പറഞ്ഞപ്പോ അവനോട് വന്നിട്ട് പറയുന്ന വർത്തമാനം, വഖാല റജുലുൻ, ഒരു പുരുഷൻ പറഞ്ഞു. ആ പുരുഷന്റെ പ്രത്യേകത എന്താ? മുഅ്മിനുൻ, സത്യവിശ്വാസിയായ ഒരു വ്യക്തി. മിൻ ആലി ഫിർഔന, ഫിർഔനിന്റെ ആൾക്കാരിൽപ്പെട്ട സത്യവിശ്വാസിയായ ഒരു പുരുഷൻ. അദ്ദേഹം ഫിർഔനിന്റെ ആളുകളിൽ പെട്ടവനായിരുന്നു, പക്ഷെ വിശ്വാസിയാണ്. യക്തുമു, അദ്ദേഹം മറച്ചു വെച്ചിരുന്നു, ഈമാനഹു, അദ്ദേഹത്തിന്റെ വിശ്വാസം, അഥവാ പരസ്യപ്പെടുത്തിയിരുന്നില്ല. ഫിർഔനൊക്കെ വിചാരിച്ചിരുന്നത് അവന്റെ ആളുകളിൽ പെട്ടവനാണ് എന്ന് എണ്ണിയിരുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചു. പക്ഷേ അദ്ദേഹം അത് പരസ്യപ്പെടുത്തിയിരുന്നില്ല. ഫിർഔനും കൂട്ടരുമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന നല്ല മാന്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. യക്തുമു, അദ്ദേഹം മറച്ചു വെച്ചിരുന്നു, ഈമാനഹു, തന്റെ വിശ്വാസം മറച്ചു വെച്ചിരുന്നു. ആ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അതഖ്തുലൂന റജുല, അതഖ്തുലൂന, നിങ്ങൾ കൊല്ലുകയാണോ? ഖത്ല്, കൊല്ലുക. അതഖ്തുലൂന, നിങ്ങൾ കൊല്ലുകയാണോ? റജുലൻ, ഒരു മനുഷ്യനെ. ആ വ്യക്തി ഫിർഔനോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണോ? എങ്ങനത്തെ മനുഷ്യനാണ്? അൻ യഖൂല റബ്ബി അല്ലാഹ്,
എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ? മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം എന്തേ പറഞ്ഞിട്ടുള്ളൂ? എന്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് ഈ വ്യക്തി ചോദിക്കുന്നു. പിന്നെ വഖദ് ജാഅക്കും, വഖദ് തീർച്ചയായും, ജാഅക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ബിൽ ബയ്യിനാത്തി മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വളരെ വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. മൂസാ നബി നല്ല വ്യക്തമായ തെളിവുകളുമായി വന്നു. നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുമാണ് എന്ന് മാത്രം പറഞ്ഞു. അങ്ങനത്തെ ഒരു വ്യക്തിയെയാണോ നിങ്ങൾ കൊല്ലുന്നത്? പിന്നെ വഇയക്കു, അദ്ദേഹമാണെങ്കിൽ കാദിബൻ, കളവ് പറയുന്നവനാണെങ്കിൽ, മൂസാ നബിയെ കുറിച്ചാണ് പറയുന്നത്. വഇയക്കു കാദിബൻ, അദ്ദേഹം കളവ് പറയുന്നവനാണെങ്കിൽ, ഫഅലൈഹി അദ്ദേഹത്തിന്റെ മേലിലുണ്ട്, കദിബുഹു അദ്ദേഹത്തിന്റെ വ്യാജം, അദ്ദേഹം പറയുന്ന കളവ് അദ്ദേഹത്തിന്റെ മേൽ തന്നെ ദോഷകരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഉപദേശിച്ചു എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ ഫിർഔനിനോട്. ഇനി വഇയക്കു സ്വാദിഖൻ, ആ മൂസ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ, സത്യമാണ് അദ്ദേഹം പറയുന്ന വിഷയമെങ്കിൽ, യുസിബുക്കും, യുസിബ് എത്തും, കും നിങ്ങൾക്കെത്തും, നിങ്ങളെ ബാധിക്കും, ബഅദുല്ലദീ യഇദുക്കും അദ്ദേഹം നിങ്ങളോട്, യഇദ് വാഗ്ദാനം, വാഗ്ദാനം, യഇദുക്കും നിങ്ങളോട് വാഗ്ദാനം ചെയ്ത, താക്കീത് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം പറയുന്നത് സത്യസന്ധമാണെങ്കിൽ അദ്ദേഹം പറയുന്ന വാഗ്ദാനങ്ങളില്ലേ, അള്ളാഹു ഇന്നതൊക്കെ ചെയ്യും, ആ വാഗ്ദാനങ്ങളൊക്കെ അത് പുലരുക തന്നെ ചെയ്യും, അത് നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും എന്ന് ആ മനുഷ്യൻ ഇവരോട് ഉപദേശിക്കുകയാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യഹ്ദി അവൻ നേർമാർഗത്തിലാക്കുകയില്ല, മൻ ഒരുവനെ, ഹുവ അവൻ, മുസ്രിഫുൻ അതിര് കവിഞ്ഞവനാണ്, അമിതത്വം ചെയ്യുന്നവനാണ്, കദ്ദാബുൻ കള്ളവാദിയുമാണ്. ഇതാണ് ആ മനുഷ്യൻ വന്നുകൊണ്ട്, വിശ്വാസിയായ ആ മനുഷ്യൻ വന്നുകൊണ്ട് ഇവരോട് പറയുന്നത്. അപ്പൊ ഈ വിശ്വാസിയായ മനുഷ്യൻ വന്നിട്ട് ഇവരോട് ചോദിച്ചതേ കൂട്ടരെ, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു വ്യക്തിയെ നിങ്ങൾ കൊലപ്പെടുത്തുകയാണോ? വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ നാഥനിൽ നിന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് വ്യാജമാണെങ്കിൽ അതിന്റെ നഷ്ടം അദ്ദേഹത്തിനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ അദ്ദേഹം നിങ്ങളോട് താക്കീത് നൽകുന്ന ചില പ്രയാസങ്ങൾ, ശിക്ഷ നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിര് കവിഞ്ഞവരായി നിങ്ങൾ മാറരുത്, നിങ്ങൾ കള്ളവാദികളായി മാറരുത്. കാരണം അത്തരം ആളുകളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം ആ വിശ്വാസിയായ മനുഷ്യൻ ആ ജനങ്ങളോട് വീണ്ടും ഉപദേശിച്ചു, ഭൂമിയിൽ പ്രത്യക്ഷരായി മികച്ചുകൊണ്ടിരിക്കുമാർ ഇന്ന് നിങ്ങൾക്കാണ് രാജത്വമുള്ളത്, അധികാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്കാണുള്ളത്, എല്ലാം നിങ്ങൾക്കാണ് ഇന്നത്തെ ദിവസമുള്ളത്, അള്ളാഹു എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷ നമുക്ക് വന്നാൽ അന്ന് അതിനെ തടുത്തു മാറ്റാൻ, അന്ന് നമ്മെ സഹായിക്കാൻ ആരുണ്ടാവുക? അന്ന് ആരെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ സഹായിക്കാൻ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം അവരുടെ നേരെ എഴുതുവിടുകയാണ് ഈ സ്വാലിഹായ വിശ്വാസിയായ മനുഷ്യൻ. അതിന് ധിക്കാരിയായ ഫിർഔൻ കൊടുത്ത മറുപടി, ഞാൻ നല്ലതെന്ന് കാണുന്ന കാര്യമല്ലാതെ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരുന്നില്ല, ഞാൻ പറയുന്നതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്, ശരിയായ വഴിക്കല്ലാതെ നിങ്ങളെ ഞാൻ നയിക്കുന്നില്ല എന്ന് ആ ഫിർഔൻ അതിന് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു തരുന്നത് മുഴുവനും സത്യസന്ധമാണ്, ഞാൻ നിങ്ങളെ നയിക്കുന്നത് നേരായ മാർഗത്തിലാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന യാതൊരു കാര്യങ്ങളിലും അസത്യങ്ങൾ യാതൊന്നുമില്ല എന്ന ധിക്കാരത്തിന്റെ വർത്തമാനമാണ് ആ സ്വാലിഹായ വിശ്വാസിയായ ആ മനുഷ്യന്റെ വാക്കിന് മറുപടിയായി ആര് പറഞ്ഞത്? ഫിർഔൻ പറഞ്ഞത്. യാ ഖൗമി ലകുമുൽ മുൽകുൽ യൗമ ളാഹിരീന ഫിൽ അർളി ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ قال فرعون ما أريكم إلا ما أرى وما أهديكم إلا سبيل الرشاد. ആ മാന്യനായ വിശ്വാസിയായ ആ മനുഷ്യൻ വീണ്ടും പറയുകയാണ്, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അവിടുത്തെ ജനതയോട്, ഫിർഔനിന്റെ, ഹാമാനിന്റെ, ഖാറൂനിന്റെ ആ ജനതയോട് ആ മനുഷ്യൻ വന്നുകൊണ്ട് വീണ്ടും ഉപദേശിക്കുകയാണ്. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലക്കും നിങ്ങൾക്കുണ്ട്, അൽ മുൽക്കു രാജാധിപത്യം നിങ്ങൾക്കാണ്, ഭരണാധികാരം നിങ്ങൾക്കാണ്, എല്ലാവിധ അധികാരവും അല്യൗമ ഇന്ന് നിങ്ങൾക്കാണ്, ളാഹിരീന മികച്ച നിലക്ക്
ഫിൽ അർളി, ഭൂമിയിൽ മികച്ച നിലക്കുള്ള എല്ലാവിധ അധികാരങ്ങളും ഭരണാധിപത്യവും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം അവിടുത്തെ അധികാരം ഫിർഔനിനാണ്, ഹാമാനിനാണ്, സാമ്പത്തികമായ എല്ലാം അവർക്കാണ്. ഭൂമിയിലെ എല്ലാവിധ ഉന്നതികളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തന്നെയാണ്. അവരെ ഓർമ്മപ്പെടുത്തുകയാ, ഇന്നത്തെ ദിവസം എല്ലാം നിങ്ങൾക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, ഇന്ന് എല്ലാ അധികാരവും നിങ്ങൾക്കാണ്, ഭരണം നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ എന്നാൽ നമ്മെ ആരാണ് രക്ഷിക്കുക, ആരാണ് നമ്മെ സഹായിക്കുക? ശിക്ഷ, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് ആരാണ് നമ്മെ രക്ഷപ്പെടുത്തുക? നസ്വറ സഹായിച്ചു. അപ്പോൾ ആരാണ് നമ്മെ സഹായിക്കുക? മിംബഅസില്ല, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്. നമുക്ക് വന്നു, നമുക്ക് വന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മെ രക്ഷപ്പെടുത്താനുണ്ടാവുക? ഖാല ഫിർഔനു, ഈ ഉപദേശം ആ സ്വാലിഹായ ആ വിശ്വാസിയായ മനുഷ്യൻ അവരോട് ചോദിച്ചപ്പോ ഖാല ഫിർഔനു, ഖാല പറഞ്ഞു, ഫിർഔൻ പറയുകയാണ്, മാ ഉരീകും, ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നില്ല. അറ കണ്ടു, മാ ഉരീകും, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല, ഇല്ലാ മാ അറ, ഞാൻ അഭിപ്രായപ്പെടുന്ന ഒന്നിനെ അല്ലാതെ, വമാ അഹ്ദീകും, ഞാൻ നിങ്ങളെ നയിക്കുന്നുമില്ല, ഇല്ലാ സബീലർ റഷാദ്, ശരിയായ നന്മയുടെ വഴിക്കല്ലാതെ ഞാൻ നിങ്ങളെ നയിക്കുന്നുമില്ല എന്നാര് പറയുന്നു? ഫിർഔൻ പറയുന്നു. وقال الذي آمن يا قوم إني أخاف عليكم مثل يوم الأحزاب. ആ വിശ്വാസിയായ മനുഷ്യൻ വീണ്ടും പറയാ, വീണ്ടും അവർ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്താ ഉപദേശിക്കുന്നത്? വഖാല അല്ലദീ ആമന, ആ വിശ്വസിച്ചിട്ടുള്ള ആ മനുഷ്യൻ പറഞ്ഞു, യാ ഖൗമി, എന്റെ സമുദായമേ, എന്റെ സമൂഹമേ, എന്റെ ആളുകളെ, ഇന്നി, തീർച്ചയായും ഞാൻ, അഖാഫു, ഭയപ്പെടുന്നു, ഖൗഫ് ഭയം, അഖാഫു ഞാൻ ഭയപ്പെടുന്നു, ഇന്നി തീർച്ചയായും ഞാൻ, ഇന്നി അഖാഫു ജനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, അലമേൽ, അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു, മിസ്ല യൗമിൽ അഹ്സാബ് സഖ്യകക്ഷികളുടെ ദിവസം പോലെയുള്ള ഒരു ശിക്ഷാ ദിവസം വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. സഖ്യകക്ഷികളുടെ ദിവസം പോലെയുള്ള ഒരു ശിക്ഷാ ദിവസം വരുന്നതിനെ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു എന്ന് ആ വിശ്വാസിയായ മനുഷ്യൻ അവരെ ഉപദേശിക്കുകയാണ്. ആരാണ് ആ സഖ്യകക്ഷികൾ എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതായിരുന്നാലും ഫിർഔനും അനുയായികളുമൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിനെ ഇല്ലായ്മ ചെയ്യാനും കൊലപ്പെടുത്താനും ഉദ്ദേശിച്ചപ്പോ ആ ആളുകളിലേക്ക് അവരിൽ പെട്ടവരാണ് എന്ന് അവർക്ക് തോന്നിയ ഒരു മനുഷ്യൻ വന്നുകൊണ്ടുള്ള അവരെ ഉപദേശിച്ച ഉപദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലും ഇനി തുടർന്നുള്ള ചില ആയത്തുകളിലും ഈ മനുഷ്യന്റെ, ഈ വിശ്വാസിയുടെ ഉപദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ക്ലാസ് ആയത്തുകൾ അടുത്ത ദിവസം നമുക്ക് പഠിക്കാനും പകർത്താനും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.